കേട്ടോ വീട്ടിന്റെ പേര് ഓർമ്മ. നമുക്ക് കോണിംഗ് ബെല്ലടിക്കാം. തുറക്കാൻ നോക്കട്ടെ. എന്താ? അയ്യോ സോറി. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഭംഗിക്ക് വെച്ചാൽ എനിക്ക് ഇതൊന്നും എടുക്കാൻ താല്പര്യമില്ല. അതങ്ങനെ സൈക്കായി പോയി. ഇതിൽ ഇപ്പോഴും ഇങ്ങനെ ഭംഗിക്ക് ഇരിക്കണം. ഇത് നിങ്ങളെ കാത്തുമ്മയുടെ ഐറ്റംസ് ആണ്. ഇത് അവിടുത്തെ ഓണറിൻ്റെ ബുക്ക് ഐറ്റംസ് ആണ് കേട്ടോ. ഈ ഏരിയ ഞാൻ അധികം നോക്കാറില്ല. ഫോട്ടോയ്ക്ക് തട്ടി എടുത്ത് വയ്ക്കാറില്ല. ഹലോ, അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞാണ്? ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കുറേ കമന്റ്സ് ഒന്നും വിചാരിച്ചു ഹോം ടൂർ. വാടകയ്ക്കാണ്, നമ്മുടെ വീടൊക്കെയായി അടിപൊളി വീട് വരുന്ന പ്രതീക്ഷിക്കാം. അപ്പൊ ഇവിടത്തെ എങ്ങനെയാണ് അവസ്ഥ, എന്താണ് അവസ്ഥ എന്നൊക്കെ നമുക്ക് കണ്ടാലോ അല്ലേ? ഒരുപാട് സാധാരണ ഇതില് നമ്മള് ഫസ്റ്റ് തന്നെ എടുക്കാറുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എടുക്കാൻ വൈകി. കാരണം ഓരോ തിരക്കും കാര്യങ്ങളും വർക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോ നമ്മൾ അതിന്റെ ഓട്ടത്തിലാകുമ്പോ അലങ്കോലത്തിലെടുക്കാൻ എനിക്ക് തീരെ താല്പര്യം. ഞങ്ങൾക്ക് രണ്ടാൾക്കും വീട് എപ്പോഴും ക്ലീൻ ആയിരിക്കണം ചിന്തിക്കുന്ന ആൾക്കാരാണ്. ക്ലീൻ ആയിരിക്കും എടുക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പൊ ഇന്ന് ക്ലീൻ ആവാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ചേച്ചിനെ ആക്കിയിട്ടുണ്ട്. കാരണം ഇനി ആഴ്ചയിൽ ഒരു ദിവസം അടിച്ചു തുടയ്ക്കാനായിട്ട് ഒരാൾ. കാരണം വേറെ ഒന്നല്ല, നമ്മൾ കാത്തൂനായിട്ട് എല്ലാ പണിയും നമുക്ക് ഒരുമിച്ച് എത്തണില്ല. ഇന്ന് എല്ലാം ക്ലീൻ ആക്കിയാൽ കിട്ടും. ചേച്ചി വന്ന് അടിച്ച് തുടച്ച് ബാത്റൂം കഴുകി തന്നു. അങ്ങനെ പണി ചേച്ചി ചെയ്ത് തന്നു. ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ പൊടിയൊക്കെ തട്ടി ഒക്കെ ക്ലീൻ ആയി. ഉണ്ടിയുള്ളതല്ല. അപ്പൊ നമുക്ക് പൊടി വന്നു ഉണ്ണിക്ക് വയ്യാതെയും. അപ്പൊ അങ്ങനെ കുറെ പണി ഉണ്ടായിരുന്നു. അതിന്റെ ക്ഷീണം എനിക്ക് കിട്ടി. കാരണം എനിക്ക് അലർജിയുടെ പെട്ടെന്ന് കിട്ടണതാണ്. എനിക്ക് മൂക്കിന്റെ പാലം കംപ്ലൈന്റ് ആയ കാരണം പെട്ടെന്ന് ഈ പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തുമ്പണം. അത് വേറൊരു കേസ്. അത് നല്ല മഴയും വാണിത്ത് വരച്ച് ഞാൻ പണ്ടാറടങ്ങി. എന്നാലും ഞാനും കാത്തും തീരുന്നിട്ടാ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ പുതപ്പെടും. ഇഷ്ടല്ല അതാണ്. അപ്പൊ പുതയ്ക്കും ഇവിടെ ആയിരിക്കുന്നുള്ളൂ. ഞാനും കാത്തും ഇവിടെ പുതപ്പെടും. അപ്പൊ നമുക്ക് വീഡിയോ പോയാലോ? ആദ്യം വീഡിയോ കണ്ടുവന്ന് പിന്നെ വീഡിയോ എന്താന്നൊക്കെ പറഞ്ഞുതരാട്ടോ. കുറെ പേര് ഇഷ്ടമാണ് തൃശ്ശൂർ ഏരിയയിലുള്ളവരൊക്കെ എപ്പോഴും ചോദിക്കണം നിങ്ങളെ ഫ്ലാറ്റ് എവിടെ എന്താന്നൊക്കെ. അതൊക്കെ നമ്മൾ ഇത് കണ്ടു തരുന്നതിന് ശേഷം പറയും. വേറെ ഒന്നല്ല, കാത്തു ഉറങ്ങുന്നതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കാത്തു വരുന്നേച്ചാൽ നമുക്ക് എടുത്തിട്ട് സംസാരിക്കും. പക്ഷെ വീട് കാണിക്കുമ്പോൾ വളരുന്നതിന് പറ്റില്ല. അപ്പൊ വാ പോവാം. കേട്ടോ വീട്ടിന്റെ പേര് ഓർമ്മ. നമുക്ക് കോണിംഗ് ബെല്ലടിക്കാം. തുറക്കാൻ നോക്കട്ടെ. എന്താ? അയ്യോ സോറി, ഞാൻ പുതിയ വീട് കാണാൻ വന്നതാ. ചേച്ചി യൂട്യൂബറിൽ അഞ്ജന അല്ലേ? അല്ലേ? ചേച്ചിയുടെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ. ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസിലൊക്കെ കാണാനായിട്ട്. ചേച്ചിയുടെ ഹസ്ബൻഡ് അതിലേറെ സുന്ദരനാണ്, സൽസ്വഭാവിയാണ്, ഭയങ്കര ഗ്ലാമറസ് ആണ്, ഹബ്ലി മനുഷ്യനാണ്. നല്ല ഹസ്ബൻഡ് ആട്ടോ ചേച്ചിയുടെ. ഇത് ചേച്ചിയുടെ ഭാഗ്യാണ് ചേച്ചിക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ഹസ്ബൻഡ്. അപ്പൊ ചേച്ചിയുടെ വിശേഷങ്ങൾ പറയാ. ഞാന് തക്കുടു യൂട്യൂബ് ചാനലിലാണ് വരുന്നത്. ചേച്ചിയുടെ വിശേഷങ്ങൾ പറഞ്ഞു. വീഡിയോ നമുക്ക് കാണാം ചേച്ചി. ആ പോരട്ടെ, ഉള്ളിന്ന് പോരട്ടെ ചേച്ചിയുടെ. ഫസ്റ്റ് ആള് അവിടെ നല്ലൊരു കഥകളിയുണ്ട്. ഇത് പല വീട്ടിൽ കണ്ടുണ്ടായിരിക്കുന്ന ഏരിയ ഒക്കെ നല്ല കഥകളിയാണ്. ടി വി ഇഷ്ടമാണ് എനിക്ക്. ഇത് ഞങ്ങളെ വാച്ചിന്റെ പെട്ടിയാട്ടാ. ഇതിൽ ഇനി ഒരുപാട് വാച്ചുകൾ വരണമെന്നാണ് ഞങ്ങളുടെ സ്വപ്നം. ഇപ്പൊ 4 രണ്ടെണ്ണം എനിക്ക്. പിന്നെ നമ്മളെ കാക്കുമ്പോളെ ഫോട്ടോ ഇരിക്കുന്നുണ്ട്. പിന്നെ ടി വി റിമോട്ടിൽ അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ഞങ്ങളെ വർക്കിന്റെ ബുക്ക്. പിന്നെ നമ്മളെ കാത്തുമ്മയുടെ വാക്കണറുണ്ട്, കാത്തുമ്മയുടെ കസാര. ഇത് ഒന്നില്ലെങ്കിൽ ഞാനും കാത്തും അല്ലെങ്കിൽ അവനും കാത്തും കൂടി ഇരിക്കുന്ന കസാരയാണ്. ഞങ്ങൾ ഇനി നാട്ടിൽ കറങ്ങിയോണ്ടാണ് ഞങ്ങൾ കാത്തിനെ കളിപ്പിക്കാൻ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കുടിക്കാൻ ബോട്ടിൽ വെള്ളമാണ്. വെള്ളം പിന്നെ അവിടെ സെറ്റ് ഉണ്ട്. അവിടെ ചെറിയ നല്ല സെറ്റ്. പിന്നെ നല്ലൊരു കഥകളിയുടെ ഫോട്ടോ ഉണ്ട്. ഇവിടെ നോക്കിയാൽ കഥകളിയുടെ ഫോട്ടോ ആയിരിക്കും കൂടുതലുണ്ടാവുക. അത് ചേച്ചിക്ക് പേടിയാന്ന് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ പല വീടുകളിലും. ഇപ്പൊ നല്ല പേടി. എനിക്ക് പേടി അതും. ഇതാണോ ചേച്ചി? ഏതാ? ഇതാ. ഓക്കെ. പിന്നെ നമ്മളെ ഡോറിന് ഇങ്ങനെ വലിയൊരു കീട് എന്ന നമ്മളെ വീടിന്റെ കീട് കേട്ടാ. ഇതൊക്കെ ചേട്ടന്റെ വലിയ മക്കളുടെ ഫോട്ടോ ഉണ്ട്. പിന്നെ ഇത് ഡൈനിങ് ഏരിയ.
ബിരിയാണി ഇരിക്കുന്നുണ്ട്. നമ്മൾ കാർബോൺ ചെറുതാക്കിയിട്ട് ഉണക്കാൻ വെച്ചിട്ട് അതുണ്ട്. പിന്നെ ഒലിവ് ഉണ്ട്, ഉപ്പിലിട്ടത്, അച്ചാർ, നല്ല ഐറ്റംസ്. നല്ല ക്ലീനിങ് തുടച്ചിട്ടാണ് വൃത്തിയായി. പിന്നെ ഇപ്പുറത്ത് പാക്കണതാണ്. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഭംഗിക്ക് വെച്ചാൽ എനിക്ക് ഇതൊന്നും എടുക്കാൻ താല്പര്യമില്ല. അതങ്ങനെ സൈക്കായി പോയി. ഇതിൽ ഇപ്പോഴും ഇങ്ങനെ ഭംഗിക്ക് ഇരിക്കണം. ഇത് നമ്മളെ കാത്തുമ്മയുടെ ഐറ്റംസാണ്. ഇത് അവിടുത്തെ ഓണറിൻ്റെ ബുക്ക് ഐറ്റംസാണ് കേട്ടോ. ഈ എനിക്ക് ഞാൻ അധികം നോക്കാറില്ല. ഞാൻ ഫോട്ടോയ്ക്ക് തട്ടി എടുത്ത് വയ്ക്കാറില്ല. അവിടുത്തെ ലൈറ്റിലോ അതെ ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സ് ഇടുന്ന ഏരിയ. നമ്മുടെ ഇപ്പോൾ ഡ്രസ്സാണെന്ന് പറയാം. ഇല്ല പിന്നെ അവിടെ ചെറിയ ടേബിളുണ്ട്. ഞങ്ങൾ ഫുഡ് ഐറ്റംസ് കഴിക്കുന്ന ടേബിളുണ്ട്. പിന്നെ അവിടെ ഒരു അലമാര, അത് ആളുടെ ഓണറുടെ ഐറ്റംസും കാര്യങ്ങളാണ്. അവിടെ ഒരു വിൻഡോ ഉണ്ട്, ബാൽക്കണി പോലെ. ബാൽക്കണി അല്ല, ഓപ്പൺ വിൻഡോ. ഇവിടെ ശരിക്കും ബാൽക്കണി ആയിരുന്നു. അടുക്കിന് സ്പേസ് കൂട്ടിയെടുത്താണ്. അവിടെ ബാൽക്കണി ഉണ്ടതായിരുന്നു. പിന്നെ അതാണ് എൻ്റെ കിച്ചൺ. ഇതാണ് ചേച്ചിയുടെ കിച്ചൺ അല്ലേ? നിങ്ങൾക്ക് ഉച്ച നേരത്തുള്ള ഫുഡ് ഉണ്ടായിരുന്നു. രാത്രി ഫുഡില്ലാത്ത ഞങ്ങൾ ബിരിയാണി മേടിച്ചത്. ഇത് നമ്മൾ കാറ്റുമാരെ ചോറ് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഏട്ടൻ്റെ പരിപാടിയാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു ഏരിയയിലാണ് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ആവൻ. പിന്നെ എൻ്റെ പാത്രം ഞാൻ മൊത്തം ചെയ്തതാണ്. അല്ലെങ്കിൽ ഇത് കുഞ്ഞിങ്ങി ഇത് നിർത്തുമ്പോൾ ഭയങ്കര പണി. ഞാൻ കീഴിലാണ് വലിയ വലിയ പാത്രം മാത്രം അടിക്കും. പ്ലേറ്റും ഞാൻ ചെയ്തിട്ടേക്കും. പിന്നെ തുരുമ്പൂടി വേണം അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ മെനക്കേറാം. കൂടെ വയ്ക്കുമ്പോൾ ഞാൻ അപ്പപ്പം കഴുകി തുരുമ്പ് വന്ന പാത്രം കണ്ടാൽ അപ്പം കഴുകി എടുത്തേക്കും. അങ്ങനെ അതൊന്നുമില്ലല്ലോ. അവിടെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കേസുണ്ട്. നമ്മൾ ഹോം ടൂർ എടുക്കുമ്പോൾ പറയാം എന്ന് വെച്ചിട്ട് മാറ്റിയിട്ടൊരു കാര്യമാണ്. നമ്മൾ ഈ വീട്ടിൽ മാറുമ്പോൾ നമുക്ക് 2 ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതായിരിക്കും പറഞ്ഞിട്ട് കാരണം ഞങ്ങൾ ഹോം ടൂർ അപ്ലൈ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ പറയാമെന്ന് വെച്ച് മാറ്റിയിട്ടായിരുന്നു. നമ്മൾ ഈ വാഷിംഗ് മെഷീൻ ഇവിടെ വരുമ്പോൾ വാഷിംഗ് മെഷീൻ ഉണ്ട്. ആകെ നാശമായിരുന്നു കേട്ടോ. എന്ത് ചെയ്യുന്നത് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ്. നമുക്ക് ചേച്ചി എനിക്ക് നമ്മൾ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടില്ല. ചേച്ചി നമുക്ക് ഗൾഫിൽ നിന്ന് ഇപ്പോൾ അടുത്ത് നമ്മളെ കാത്തിൻ്റെ ഡ്രസ്സും കാര്യം കൊടുത്തിട്ടുണ്ട്. ആ ചേച്ചി തന്നെയാണ് നമുക്ക് ഈ വാഷിംഗ് മെഷീനും ആ മിക്സി നമുക്ക് വീട്ടിൽ മാറുന്നുണ്ട്. ഇതായിട്ട് നമുക്ക് ഗിഫ്റ്റ് ആണ് കേട്ടോ. എന്താ പറയുക, നിങ്ങൾക്ക് പല ടൈമിൽ ഇങ്ങനെ ഞങ്ങളുടെ സ്വന്തം ചേച്ചി എന്നുള്ള നൽകിയ ഒരുപാട് ഗിഫ്റ്റ് ഞാൻ തരുന്ന ആളാണ്. ആ ചേച്ചി തന്നത്. അപ്പം ഞങ്ങളത് ഹോം ടൂർ എടുക്കുമ്പോൾ പറയാം എന്ന് വെച്ച് മാറ്റിയിട്ട് ചേച്ചീനെ കുറിച്ച് പറയാനോ കേട്ടോ. ചേച്ചി കാത്തുവിൻ്റെ പരിപാടിക്ക് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരിപാടിയിൽ ഒന്ന് പെട്ടെന്ന് TTന്ന് ഞങ്ങളുടെ ജ്വല്ലറിയിൽ നിന്ന് വിളിക്കുകയാണ്. വീട് എവിടെയാണ്, ഒരു കൊറിയർ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വീടൊക്കെ പറഞ്ഞത് ആരെന്താണ് പെടുത്തില്ല. കാരണം അങ്ങനെ ഒരാൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് വീട്ടിലേക്ക് കൊടുന്നപ്പോൾ 2 ആളാ. അപ്പോൾ അതിൽ ചേച്ചിയുടെ പേര് എഴുതുന്നത്. അപ്പോൾ ഈ ചേച്ചി നമുക്ക് മുന്നേ മെസ്സേജ് അയക്കായിരുന്നു. ഇവനോട് എപ്പോഴും ഇവൻ സ്വന്തം ചേച്ചിയെ പോലെ എപ്പോഴും മെസ്സേജ് അയക്കുന്ന ചേച്ചിയാണ്. എപ്പോഴും ചാനലില്ല. നമുക്ക് എന്തെങ്കിലും വിശേഷം വരുമ്പോൾ എന്തെങ്കിലും സന്തോഷം വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ ആവശ്യങ്ങളെല്ലാം മെസ്സേജ് അയച്ച് മോനെ പോട്ടെ എന്ന് പറയുന്ന ചേച്ചിയാണ്. അപ്പോൾ എന്നെ ചേച്ചി പേര് ഞങ്ങൾ മെസ്സേജ് ഇപ്പോൾ ചേച്ചിയെന്ന് അറിഞ്ഞു. അപ്പോഴും ചേച്ചി നമ്മൾ വാക്ക് പറഞ്ഞില്ല. പിന്നെ ഇങ്ങോട്ട് മാറുമ്പോഴും ചേച്ചി മോൻ എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ 2 ഗിഫ്റ്റാണ്. എന്താ പറയുക, നമുക്ക് ഒരു ദൈവത്തെ നമുക്ക് ഇത് ആവശ്യം വരുമ്പോഴോ അത് നമ്മൾക്ക് അവന് എപ്പോഴും പറയും എനിക്കാനൊരു വിശേഷം പറയാനായിട്ട് ആരും ഇല്ല എന്നുള്ള പരാതി അവൻ എപ്പോഴും ഉള്ളതാണ്. എനിക്ക് സ്വന്തം പറഞ്ഞിട്ട് ആരും ഇല്ല എന്നുള്ളത്. അപ്പം അങ്ങനെ സ്വന്തമായിട്ട് അവന് കിട്ടിയ ചേച്ചിയാണത്. എന്താ അത് ഭയങ്കര പ്രേമപ്പെട്ട ചേച്ചിയാണ്. കൂടുതൽ അവൻ ഞാൻ എപ്പോഴും ചേച്ചി മെസ്സേജ് അയക്കാം. ഇത് ഞങ്ങളുടെ റൂമല്ല, സെപ്പറേറ്റ് റൂം. പക്ഷെ ഞങ്ങൾ കുളിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെയാണ്. ഇത് ഞാൻ അടിച്ചു വരുമ്പോൾ കിട്ടിച്ചതാണ്. ഇപ്പോൾ നമ്മൾ കാത്തുമ്മയുടെ ഡ്രസ്സ്, അപ്പുറത്തെ അപ്പേരെ ഫോട്ടോ ഇതേപോലെ ഇരിക്കുന്നുണ്ട്. അതെപ്പോഴും അപ്പേരെ ഫോട്ടോ അങ്ങനെ എടുത്തിട്ട് ഇത് ഞങ്ങൾ മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ. കാത്തിൻ്റെ പുതിയ ചെരുപ്പ്, കാത്തിൻ്റെ കണ്ണാട, ഇത് അവളെ സ്ലൈഡുകളും തരാട്ടെ കാണിച്ചു തരാം. ഒരു പെൺകുട്ടി ഉണ്ടായിട്ടാണ് ഇതൊക്കെ മേടിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പം അങ്ങനെ മേടിച്ചിട്ടാണ്. എന്താ അയ്യോ ഏട്ടാ പോകുന്നൂടാ. അത് പശ പോകുന്നതാ. എന്ത് ചെയ്യാ? പശ വെച്ചോട്ടിക്ക. ഞാൻ ഇട്ട് കൊടുത്തിട്ട് പോയില്ല എൻ്റെ കുട്ടിക്ക്. ഇങ്ങനത്തെ ബണ്ണുകളൊക്കെ മേടിച്ചു.
ഈ ഒരു കണ്ണടയ്ക്ക് വേണ്ടിട്ടായിരുന്നു ഞങ്ങൾ അവിടെ അലമ്പുണ്ടാക്കി കരഞ്ഞ് തിമിർത്തത്. ഇത് മൊത്തം ഞാൻ മേടിച്ചതായിട്ട് കുറെയൊക്കെ പ്രമോഷനായിട്ട് നമുക്ക് വന്ന ഐറ്റംസ് ആണ്. ഇപ്പൊ യൂസ് ചെയ്യുന്ന ക്രീമും കൂടി കാണിച്ചു കൊടുക്ക്. ഇപ്പൊ പൊന്നു യൂസ് ചെയ്യണ സാധനമാണ് കേട്ടാ ഡിയർ സ്കിന്ന്. ഇത് ഞങ്ങൾ തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. എന്താ പറയാ, പുറത്തേക്ക് വിട്ടത് ഞങ്ങൾ തന്നെയാണ്. ഞാനും പൊന്നും കൂടിയിട്ടാണ് നമ്മളിത് ചെയ്തത്. പിന്നെ ഇതിൽ നമ്മളെ കവറുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഇരിക്കുക. പിന്നെ ഇപ്പുറത്തെ ഒരു പെട്ടി, പിന്നെ അവിടെ ബാത്റൂം ഉണ്ട്. ഇത് ബാത്റൂമാണ് കേട്ടോ. ബാത്റൂമൊക്കെ ഇതാക്കി. പിന്നെ ഇവിടെ മാത്രമാണ് മിറർ ഉള്ളു. ഇത് മിറർ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ, അപ്പുറത്തെ റൂമിലില്ല. അതൊക്കെ പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഈ ബാത്റൂമിലാണ്. കുളിയും ജബക്ക് ഈ ബാത്റൂമിലാണ്. അയ്യോ ഇരുട്ട്. ഇനി നേരെ ഇപ്പുറത്തേക്ക് പോകും. ഇവിടെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഫേസ് വാഷ്, ഓയില്, പിന്നെ ഹെയർമ യൂസ് ചെയ്യുന്ന ബ്രഷ്, പേസ്റ്റ്, ലിപ് ബാം, ഇതിൻ്റെ പല്ലിൻ്റെ കമ്പി. ഇത് രാത്രി ഞാൻ എൻ്റെ റൂമിൽ കിട്ടും, രാവിലെ ആകുമ്പോൾ ഞങ്ങൾ കൊണ്ടുവയ്ക്കും. പിന്നെ ഇവിടെ നമ്മളൊരു ബോർഡ് ഉണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങൾ ഓർമ്മിക്കാൻ ഞാനിപ്പോൾ ചെയ്തു വെച്ച പരിപാടിയാണ്. അത് അടുത്ത മാസം ചേച്ചിക്ക് പൈസ ഡേറ്റും കാര്യങ്ങളും അവിടെ എഴുതി വെച്ചു. പിന്നെ ഇതാണ് നമ്മളെ ബെഡ്റൂം. ഇവിടെ ടേബിള് ഞങ്ങൾ ഇട്ടതാണ്. ഇതിൽ നമ്മൾ കാത്തുമാർ സാധനങ്ങൾ, അതുപോലെ എൻ്റെ ക്രീം വരും, കാത്തുമാർ പാമ്പസ്, ഒരു വേസ്റ്റ് പാത്രം. ഞങ്ങൾ ഈ റൂം സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുന്നതാണെങ്കിൽ ഈ ഒരു കഷ്ടനാട്ടെ, കാരണം ഈ ഏരിയയാണ് കാണിച്ചു കൊടുക്കട്ടെ. ഇവിടെ ഈ എ സിയുടെ പൈപ്പും കാര്യങ്ങളും പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് അത് വൃത്തി പിടിച്ചില്ല. ഞങ്ങൾ ഇവിടെ ഈ കഷ്ട മാത്രമേ ലുക്കിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തു. പിന്നെ ഇങ്ങനെ ഇടും. ഈ ഒരു ഏരിയ നടുവയ്ക്കണം. ആ പൈപ്പിൻ്റെ ഇതൊന്നും അതിനടുത്ത് കാണിക്കില്ല. അപ്പം ഞാനത് ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇതായിരുന്നു ഞങ്ങൾക്ക് ആകെ നിർബന്ധം. ഈ ഫ്ലാറ്റ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ ഇതിൽ വേണ്ടതും ഒരു വിഷമ കേസ് ഇതായിരുന്നു. ബെഡ്റൂമിൽ ഗ്ലാസ് ഇല്ല. ചിലപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് ഒരു ഗ്ലാസിൻ്റെ അലമാര മേടിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ വീടെത്തിയിട്ട് ഗ്ലാസ് മേടിക്കും. പിന്നെ ഇവിടെ എനിക്കിപ്പോഴും കാണുന്നുണ്ട് ഫാമിലി ഫോട്ടോ. ഞങ്ങളെ കാത്തിൻ്റെ വലിയൊരു ഫാമിലി ഫോട്ടോ ഞാൻ അവിടെ മേടിച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മളെ സ്ലാറ്റ് മാറാൻ വേണ്ടിട്ട് നോക്കിയ ടൈമിൽ മേടിച്ചാണ്. പിന്നെ അത് അന്നും എന്നും നമ്മളെ കൂട്ടത്തിലുള്ള സാധനമാണ് കേട്ടാ. അത് ഒരിക്കലും ആ ഒരു ഇത് കണ്ടിട്ട് വായിച്ചിട്ട് തന്നെയാണ് ഞങ്ങള് രാവിലെ എഴുന്നേക്കുക. അപ്പൊ ഇനി എന്താ കാണിക്കാനുള്ളത്? ഇതാണ് കേട്ടോ അവൾക്ക് പേടിയുള്ള ഫോട്ടോ. ഈ ഒരു ഫോട്ടോ ആണ് അവൾക്ക് ഏറ്റവും പേടി. ഇതാ ഇവിടെ ലൈറ്റ് ഉണ്ട്. കുഞ്ഞു 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 ശരിക്കും കഥകൾക്ക് നല്ല ഭംഗിയുണ്ട്. ഈ ലൈറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനൊക്കെ അടിപൊളിയാക്കി വെച്ചേട്ടെ. ഓക്കെ, ഇതാണ് നമ്മളെ ഫ്ലാറ്റ്, ഞങ്ങളെ സ്വർഗരാജ്യം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ വർക്കിന് പോകുമ്പോ കാത്തുന് വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് പോവാറ്. കാരണം എല്ലാ സ്ഥലത്തും അവളെ കൊണ്ടുപോയി ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് ആ ടൈം നമ്മൾ വീട്ടിലേക്കും അല്ലാത്ത പുറം നിൽക്കും. ശരിക്കും എന്താ പറയുക, ഇവിടെ കണ്ടിന്യൂസ് നിൽക്കണ അവിടെ ഞങ്ങൾക്ക് ശരിക്കും പണിയില്ല. കാരണം രാവിലെ ഞാൻ അന്നത്തെ പണി തീർന്ന് അങ്ങനെ പോകും. ഇപ്പൊ എന്തെങ്കിലും ഫുഡ് കഴിച്ച് ഞങ്ങൾക്കാണ് കുറേ തരം ഫുഡ് വേണം. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തരം ഫുഡാണ് ഞങ്ങൾ തന്നെ കഴിച്ചാൽ അങ്ങനെ പോകും. പക്ഷെ ഇവിടെ അങ്ങോട്ട് പോയി അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകണ ഡ്രസ്സ് റിട്ടേൺ കൊണ്ടുവരുമ്പോൾ അത് മടക്കി വെക്കലും ഞങ്ങൾക്ക് എന്താ പറയാ പൊടിയൊക്കെ ഉള്ള പോലെ ഫീൽ ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് ഒക്കെ പൊടി തട്ടിലതൊക്കെ നമുക്ക് വലിയ പണി. ശരിക്കും ഇവിടെ കണ്ടിന്യൂസ് ആയി നിൽക്കുമ്പോൾ ഇവിടെ ഒരു പണിയില്ല. പക്ഷെ പോയി വന്ന് നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പണി. പിന്നെ വേസ്റ്റ് ഒന്ന് ഫുഡ് എടുത്ത് കളയിലും. ഞങ്ങൾ ഫ്രിഡ്ജിൽ പെട്ടെന്ന് വേസ്റ്റ് വന്നിട്ട് പെട്ടെന്ന് വെള്ളം ഉള്ളിൽ തന്നെ ഈ ഐസായിട്ട് ഇങ്ങനെ വെള്ളം വരും. അപ്പൊ അതൊക്കെ തുടക്കലായിട്ട് മെനക്കെട്ട പണിയാണ്. ഇപ്പൊ എന്തായാലും കുറച്ച് ദിവസം കൂടി ഉണ്ടാവും. കാരണം സീസൺ ഓഫ് ആയിട്ടാണ് കുറച്ച് ദിവസം ഇനിയിപ്പോൾ വർക്ക് വരുന്നതിലേക്ക് ഇവിടെ തന്നെ ഉണ്ടാവും. അതിന് ഇത് എവിടെയാ വെച്ചാൽ നമ്മളെ പോകുന്നത് മാംഗോ ബേക്കറിയുടെ സൈഡിലുള്ള വഴിയിലാണ്. ഫ്ലാറ്റിന്റെ പേരെന്താ ബേബി?
ഇൻലാൻഡ് എന്നാണ് ഫ്ലാറ്റിൻ്റെ പേര്. അപ്പം അതിന് പുറത്ത് തന്നെ എല്ലാം കയറി വരാനും പറ്റില്ല തോന്നുന്നു. പറ്റില്ല, സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമ്മളെ കാർഡും കാര്യങ്ങളൊക്കെ വേണം, എന്നാലേ കയറാൻ പറ്റില്ല. ആ റൂമിലുള്ളവർക്ക് മാത്രമുള്ളതാണ്. നിങ്ങൾക്കാണ് നിങ്ങളുടെ പേര് ഞങ്ങളെ കാണാൻ കാര്യമാണെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, അപ്പോൾ കാണാമല്ലേ. ഈ രണ്ട് സ്ഥലങ്ങളിൽ ഇപ്പൊ അടുത്ത് ഇനി എപ്പോഴും ഉണ്ടാവും. കാരണം ഞങ്ങള് അന്നേക്കുള്ള സാധനങ്ങൾ മേടിക്കും, അല്ലാതെ കൊറേ വായിച്ചു വെക്കില്ല. ഇങ്ങനെ അന്നുള്ളത് അന്നു വാങ്ങാന്നുള്ള ഒരു അപ്പൊ ഞങ്ങൾ ഇന്നേക്കുള്ള നാളെ ചില പാലും കണ്ടിട്ട് ഇന്ന് പോയി മേടിച്ചു കൊടുന്നു. അന്നു കാത്തുമാൻ ഇറക്കി. പിന്നെ ഫുഡിലൊക്കെ ഞാൻ ചിക്കൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കറി വെക്കാനല്ലോ. അപ്പം പറഞ്ഞു ഇനി ഒന്നും വെക്കാക്കണ്ട എന്നിട്ട് ചിക്കൻ നേരെ ഫ്രിഡ്ജ് വെച്ചിട്ടാണ് ഇപ്പം ബിരിയാണി വെച്ചിട്ട് ഞങ്ങൾക്ക് അന്ന് ആഴ്ചയിൽ കുറച്ച് ആഴ്ച ഉണ്ടാക്കുള്ളൂ. കാരണം കൂടുതലായി ഞങ്ങൾക്ക് ചിലപ്പോൾ വേസ്റ്റ് ആയി പോകും. ഞാൻ ആഴ്ചയിൽ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി ഞാൻ തരാം. അപ്പം നിങ്ങൾക്ക് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ ഡീറ്റെയിലൊക്കെ പറയാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കിത് കയറാൻ പറ്റും, അല്ലെങ്കിൽ കയറാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. കുറേ പേര് വരാൻ വേണ്ടിയിട്ടാണ് എവിടെയാണ് എന്താണെന്ന് ചോദിച്ചത്. അപ്പൊ വിശേഷം അങ്ങനെ. പിന്നെന്താ പറയാനുള്ളത്? സുഖായിരിക്കുന്നു. പിന്നെ കുറെ പേര് ചോദിച്ച ശേഷമാണ് കാത്തുവിന്റെ ഫുഡ് റൊട്ടീൻ. അത് ഞാൻ നാളെ വീഡിയോ എടുക്കും. ഇന്ന് പകുതി വരെ ഞങ്ങൾ എടുത്തു. പിന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉള്ള കാരണം എനിക്ക് കറക്റ്റായിട്ട് എടുക്കാനോ വരുമ്പോൾ പറ്റിയില്ല. ഞാൻ ഫുഡ് വേഗം കൊടുത്ത് ഒരാളെങ്കിലും അവൻ ഫുഡ് കൊടുക്കും. അപ്പം ഞാൻ ചെയ്യിച്ചാലേ ഞാൻ ഫുഡ് എടുക്കാം അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ ആളില്ലായിരുന്നു, നമുക്ക് കറക്റ്റ് എടുക്കാൻ പറ്റും. നാളെ എന്തെങ്കിലും നമ്മൾ ആ വീഡിയോ എടുക്കും. നാളെ കാത്തുവിന്റെ ഫുഡിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് വരാം. കാരണം ഇന്ന് നമുക്ക് ആ ഒരു എല്ലാം കൂടി ആയപ്പോഴാണ് എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ നാളെ എന്തായാലും വേറെ പ്രത്യേകിച്ച് പരിപാടികളൊക്കെ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാത്തുവിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ പറയാം. പിന്നെ അതേപോലെ തന്നെ ഇവിടേക്ക് കുറേ പേര് ഞങ്ങളോട് ചോദിച്ചു നല്ല ഫ്ലാറ്റാണ് ഇത് റെന്റ്, അവർക്ക് ഫ്ലാറ്റ് മാറാൻ വേണ്ടി താല്പര്യത്തിനാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാല് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം എല്ലാവരും ഞങ്ങളത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഞങ്ങൾ നോക്കാറില്ല. നമ്മള് ശരിക്കും ബ്രോക്കറോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് എല്ലാവർക്കും പറ്റിയില്ല, അത് കിണർ വെള്ളം വേണമെന്നുള്ള ഇതുണ്ട്. അപ്പൊ നല്ല വെള്ളം ഇല്ലാത്തോണ്ട് പറഞ്ഞു ഇവിടെ കിണർ വെള്ളം നമ്മൾ ഒരു പേടി പേടിക്കുന്ന കിണർ വെള്ളം അന്ന് ഇങ്ങോട്ട് കയറി പറഞ്ഞു. നമ്മളത് വിശ്വസിച്ച് നമ്മളാളെ വിശ്വസിച്ച് പോയി. അത് നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനെ പൊട്ട വെള്ളമായിരിക്കുന്നു. ആ ഒരു പ്രശ്നം ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, സെക്യൂരിറ്റി എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ വെള്ളത്തിന്റെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ, ഭയങ്കര ഉപ്പുവെള്ളമാണ് ഈ കുഴൽക്കിണർ. പിന്നെ ചേച്ചി പറഞ്ഞത് അവിടെ വാടകയ്ക്ക് ആ സ്പീഡിൽ പോകുന്നു. അത് സത്യമാണ്. നമുക്ക് പിന്നെ നമ്മുടെ വീട് പണി ആ ഒരു ഇതുള്ള കാരണമാണ് നമ്മൾ ഇനി നിൽക്കണം. പിന്നെ നമ്മള് വാക്കർക്ക് പൈസ കൊടുത്ത് നാളെ ചെറുക്കല് എന്തായാലും തൽക്കാലം ഇങ്ങനെ പോട്ടെ അയച്ചു. ഞങ്ങള് കുളിയും കഴിഞ്ഞാൽ ബോട്ടിൽ വെള്ളത്തിലാണ്. കുളിയാണെങ്കിലും ഫുഡ് വെക്കലും ഒക്കെ ബോട്ടിൽ വെള്ളത്തിലാണ്. പാത്രങ്ങള് മറ്റേ വെള്ളത്തോട് കഴുകും. പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന നേരം ഫുഡ് കഴിക്കുന്ന നേരം ആകുമ്പോൾ നമ്മൾ നല്ല വെള്ളത്തോട് കഴിട്ട് എടുക്കുകയും, അല്ലെങ്കിൽ നമ്മൾ പ്ലേറ്റിലൊക്കെ കൂടുതൽ പൈപ്പ് വെള്ളത്തില്ല. കാരണം നമ്മൾ ഇതുകൊണ്ട് കഴിക്കും കാലത്തോലും പേരുണ്ട്. ഫുഡ് ഉണ്ടാക്കുന്നതും കാലത്തുള്ള ഫുഡ് ഉണ്ടാക്കുന്നതും കുളിയും കാര്യമൊക്കെ ബോട്ടിൽ വെള്ളത്തിലാണ്. ഇപ്പൊ മഴ പെയ്താണ് കുറച്ച് ഇതായിട്ട് തോന്നുന്നു. വലിയ കട്ടി കാണാനില്ല വെള്ളത്തിന്, വെള്ളത്തിന് കാണില്ല. ഇല്ലെങ്കിൽ കട്ടിയുള്ള വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാട്ടത്. അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോ എല്ലാവർക്കും എടുക്കും. വാടക വീട് നോക്കുമ്പോ ഇങ്ങനത്തെ ഒരു കാര്യം വരും, വെള്ളത്തിന്റെ ശേഷം ഒന്ന് നോക്കും. തൃശ്ശൂർ ടൗണിലും ഗുരുവായൂരൊക്കെ ഇങ്ങനത്തെ വെള്ളം തന്നെയാണ്. അല്ല ഒന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ കുഞ്ഞു കുട്ടികളും കാര്യങ്ങളൊക്കെ ആകുമ്പോ എല്ലാവരും ദിവസവും ബോട്ടിൽ വെള്ളം വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ആവില്ല. അതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പരമാവധി ബോട്ടിൽ വെള്ളം വാങ്ങാന്നുള്ള ഇതിൽ തന്നെ ഇപ്പൊ പോണം. കാരണം അവള് സ്കിന്നും കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് ഒരു ഇൻഫെക്ഷനോ കാര്യങ്ങളോ വരാതിരിക്കാൻ. ഞാൻ മറ്റേ വെള്ളത്തിന് കുളിക്കില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബോട്ടിൽ വെള്ളം വാങ്ങിയാലും കുഴപ്പമില്ല. എനിക്ക് പറ്റില്ല, കാരണം എനിക്ക് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവും പെട്ടെന്ന്. അതാണ് ഞാൻ ബോട്ടിൽ വെള്ളം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം ഫുള്ള് മറ്റു വെള്ളത്തോണ്ടും കുളിക്കും, എന്നിട്ട് ബോട്ടിൽ വെള്ളത്തിലൊന്ന് കാരണം അതിനുള്ള വെള്ളം ഇവന്റെ കുളി പെട്ടെന്ന് തീരും. വെള്ളമൊക്കെ ഭയങ്കര ഇതാ. എന്റെ ഒക്കെ കാക്ക കുളി പെട്ടെന്ന് ഞാൻ തീർത്തിരിക്കും. അപ്പൊ അങ്ങനെ മെനക്കെട്ട് കുളിക്കാൻ തുടങ്ങി 1 മണിക്കൂർ എടുത്ത് വേണേ കുളിക്കും, അല്ലെങ്കിൽ ആക്കവിളി കുളിക്കും. പിന്നെ എനിക്ക് നല്ല, അതായത് ഞാൻ നന്നായി മുഷിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ഇതായിട്ട് ഞാൻ നിന്ന് കുളിക്കും. എനിക്ക് ആ ടൈം പോകാനും കുഴപ്പമില്ല. പക്ഷെ എല്ലാത്തിനും നോർമൽ സാധാരണ ആവശ്യമുള്ള കുളി തന്നെ കുളിക്കും. അല്ലാതെ കുറേ നീണ്ടു വിളിച്ച് കുളിയൊന്നും ഞാൻ കുളിക്കുന്നില്ല.
എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചിലപ്പോഴേക്കും ഞാൻ പോകും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു വീട് കാണിച്ചു തരാറുള്ളത്, നമ്മുടെ വീടല്ല എന്ന് പറയണം. കൊറേ പേര് ഇങ്ങനെ താമസിക്കാൻ വേണ്ടിട്ട് നല്ല ക്ലീൻ ആണോ കാര്യങ്ങളെന്ന് അറിയാൻ ഇത് ഞങ്ങൾക്ക് കിട്ടിയ നല്ല റൂം ക്ലീൻ ആണ്, ബാക്കി ഇത് നല്ല ക്ലീൻ ആണ് ഇതാണ്. പക്ഷെ ആകെ കംപ്ലീറ്റ് ഒരു ആന്റിയോട് മാത്രമാണ്. അമ്മയും ഞങ്ങളെ അടുത്ത് ഇങ്ങോട്ട് വന്ന് വർത്താനം പറയാ എന്നല്ലാതെ ഞങ്ങൾ അവിടെ ആരും എടുത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് അറിയുന്നത് ഞങ്ങൾ ഈ റൂം മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോണത്. എല്ലാരും റെന്റിന് എടുക്കുമ്പോൾ മാക്സിമം നോക്കിയിട്ട് എടുക്കും. വെള്ളത്തിന് എല്ലാം നോക്കണം കേട്ടോ. നമുക്ക് സെക്യൂരിറ്റി നോക്കണം. ചെറിയ കുട്ടികൾ, നമ്മുടെ ഫാമിലിയാണ്, അപ്പൊ സെക്യൂരിറ്റിയുടെ കേസ് നോക്കണം, വെള്ളത്തിന്റെ നോക്കണം. എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ, ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. അതുകൊണ്ട് ഈ പറയണത്. അപ്പൊ നമുക്ക് എന്തായാലും സ്വന്തം വീട് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട പ്ലാനറിക്കലും കാര്യങ്ങളും നമുക്ക് അതൊക്കെ ഇങ്ങനെ അതിന്റെ വഴിക്ക് പോകുന്നുണ്ട്. അറിയാലോ, ഒരു വീട് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലേ പണിയുള്ളൂ. അത് ഏറ്റവും നന്നായിട്ട് പണിയണം തന്നെ ആദ്യം ആഗ്രഹം ഉണ്ടാവും. എനിക്കായാലും പൊന്നുവിനായാലും ഇപ്പൊ വേറെ ഒരാൾ ഇങ്ങനെ ഇരുന്ന് ഓരോന്നോരൊക്കെ മാറ്റി മാറ്റി ഇങ്ങനെ ചിന്തിക്കും. നാളെ ഇപ്പൊ ഫോണിൽ ഏറ്റവും കൂടുതൽ വരിക വർക്കിന്റെ വീഡിയോയും ബ്രൈഡൽ വർക്കിന്റെ വീഡിയോസും അതേപോലെ വീഡിയോയിലെ വീഡിയോസ് ആയിരിക്കും. ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും കണ്ടിട്ട് ഞങ്ങൾ ഓരോരോ അപ്ഡേഷൻസും എങ്ങനെയൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾക്കൊരാഗ്രഹം, ഞങ്ങളുടെ ടേസ്റ്റ് ഒരേപോലെയാണ്. അപ്പൊ ആ ടേസ്റ്റിക്ക് ഞങ്ങൾ എത്തിക്കാൻ ശ്രമിക്കും. അത് തന്നെയാണ് ഇപ്പൊ ചെയ്തോണ്ട് അതൊക്കെ ഒന്ന് ഡീറ്റെയിൽസ് പറയാം. ഓക്കെ. അപ്പൊ അതിന് കുറച്ച് ടൈമും കാര്യങ്ങളും ഉണ്ട്. കാരണം അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണിപ്പുരയിലാണ്. മറ്റേ തൃശ്ശൂർ പൂരത്തിന് ഈ സാമ്പിൾ വെടിക്കെട്ട് പൊട്ടണ പോലെയല്ലല്ലോ, പൊട്ടിക്കുമ്പോ നല്ല ഹെവി സാധനം പൊട്ടിക്കണ്ടേ. അതിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൊന്നൂരോടും പറഞ്ഞിട്ടുണ്ട്, വീട് എന്ന് പറഞ്ഞ സ്വപ്നം ഒരിക്കലേ പണിയുള്ളൂ. അത് നന്നായിട്ട് പണിതിറക്കാന്ന് തന്നെ ഉള്ളൂ. അവിടെ നമ്മള് നോക്കാൻ പാടില്ല ഒന്നും. അപ്പൊ ഞങ്ങൾ ചിലവർ പറഞ്ഞ ഞാൻ ഇങ്ങനെ ഐഡിയ പറയുമ്പോ, നിങ്ങള് 3 പേരല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് എന്തിനാ ഇത്രയും വലിയ വീടൊക്കെ പണിയണെന്ന്. വീട് പണിയുമ്പോ നല്ല വീട് പണിയാന്നുള്ളത് തന്നെയാണ്. അത് ഒരുപാട് വലുതൊന്നുമില്ല. എന്താ പറയാ, ഞങ്ങക്ക് 3 പേർക്കും പിന്നെ സെപ്പറേറ്റ് റൂം കൂടി എന്നുള്ള നിലയ്ക്കല് ചെറിയൊരു വീട്. അപ്പൊ ടോട്ടൽ 4 റൂം ഇല്ല. എങ്ങനെ നീ ഞാൻ വേറെ റൂം പറഞ്ഞത് ഞങ്ങള് 3 റൂം, അത് 5 റൂം നമുക്ക്. പിന്നെ ആണ് അതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ വരുന്നുണ്ട്. കാരണം അതൊരു സസ്പെൻസ് ആണ്. അത് എങ്ങനെയാവും, എന്താവും, ആരാണ്, എന്താണ്, അവർക്ക് ഭയങ്കര എന്താ പറയുക, അതിനതിന്റെ ടൈം ആവട്ടെ. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടല്ലോ എല്ലാ ദിവസമാണ്. അപ്പൊ ആ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പത്തെ പരിപാടി സ്വന്തം ഹെയർ സ്റ്റൈലിന് ഓരോന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നോട് വന്നിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ വർക്കില്ലാത്ത തന്നെ നമ്മളിപ്പോ ഓരോ പുതിയ പുതിയ അപ്ഡേഷൻസ് എങ്ങനെയൊക്കെയാണ് ഇനി വരുന്ന വർക്കിനെ നമുക്ക് അടിപൊളി ആൾക്കാർ. പിന്നെ ചോദിക്കാണ്ട് എന്റെ ബ്രൈഡുകൾ എന്റെ പോലെ നമ്മൾ എന്റെ നിങ്ങൾ 100,000 മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ വീഡിയോസ് കാണുകൊണ്ടാണ് പലരുടെ ഹെയർ സ്റ്റൈലും വ്യത്യാസം ഉണ്ടല്ലോ എന്ന് കണ്ട് എന്റെ ബ്രൈഡ്സ് വരുന്നത് എന്റെ വീഡിയോസും എന്റെ ഹെയർ സ്റ്റൈലും കണ്ടിട്ടുള്ള എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ള പോലത്തെ ചിലർക്ക് സിമ്പിൾ ഹെയർ സ്റ്റൈൽ ആയിരിക്കും ഇഷ്ടപ്പെട്ടത്. ചിലരൊക്കെ നല്ല ഹെവി ആയിട്ട് കൊണ്ടുവരുമ്പോൾ അങ്ങനത്തെ ചോദിച്ചോ, എനിക്ക് അങ്ങനത്തെ നല്ല സിമ്പിൾ ആയിട്ട് ഹെയർ സ്റ്റൈൽ മതി എന്ന് പറയുന്നത്. നമ്മൾ ഏതും ചെയ്യാൻ തയ്യാറാണ്. അത് അവർക്ക് കൂടെ അക്സെപ്റ്റ് ആണ്. നമുക്ക് പറ്റാത്ത ആളെ പിടിച്ചിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഇപ്പത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് നമ്മളെക്കാളും കൂടുതൽ ഇപ്പൊ ബ്രൈഡ്സിനെ അറിയാം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേസ് ഇപ്പം ട്രഡീഷണൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു വികാസേട്ടനും അത് പറഞ്ഞിട്ടുണ്ട്. കുറെ പേർക്ക് ഇപ്പത്തെ മോഡൽ ലുക്കിലേക്ക് എനിക്ക് തോന്നുന്നു ഞാനും വികാസേട്ടനും മാത്രം എപ്പോഴും പണ്ടത്തെ ഹെയർ സ്റ്റൈലുകളൊക്കെ നോക്കുന്ന ആൾക്കാര്. വികാസേട്ടൻ എനിക്ക് പ്രസവിക്കുമ്പോഴും നിങ്ങൾ സംസാരിക്കുമ്പോഴും ആർക്കും ഭയങ്കര ഇഷ്ടം ട്രഡീഷണലാണ്. ഞാൻ ട്രഡീഷണൽ ഹെയർ സ്റ്റൈൽ കാര്യം ചിന്തിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഞങ്ങൾ രണ്ടാളും എന്താ പറയാ അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ. അതായിരിക്കും ഇപ്പത്തെ കുറെ ആൾക്കാർക്ക് പറ്റാത്ത ഹെയർ സ്റ്റൈൽ മാറ്റുന്നൊക്കെ പറയുന്നത് റീസൺ അതായിരിക്കാം. അതൊക്കെ ഓരോ ബ്രാൻഡ്. അപ്പൊ നമ്മള് ഞാൻ കൂടുതൽ വികാസേട്ടന്റെ ഹെയർ സ്റ്റൈലുകളും കാര്യങ്ങളും അത് നമുക്ക് വലിച്ചിട്ട് അതൊക്കെ അവസാനിപ്പിച്ചാലോ. നമ്മുടെ ഇവിടെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചെറിയ 2-3 പേരുടെ ഒരു ചെറിയ താമസസ്ഥലം കാണിക്കാനുള്ളത്. അപ്പൊ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നാളെ വരുന്നവരേക്കും ബൈ.